2026 മമ്മൂട്ടി മിന്നിക്കുന്ന വർഷമായിരിക്കും എന്നുള്ളതാണ്. പാട്രിയോട്ട്, അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രം, അത് കഴിഞ്ഞിട്ടുള്ള പക്ക കൊമേഴ്ഷ്യലായിട്ടുള്ള 2 ചിത്രങ്ങളുണ്ട്. മമ്മൂട്ടി അങ്ങനെ കൊമേഴ്ഷ്യലായിട്ടുള്ള ചിത്രങ്ങൾ 2020 ശേഷം അത്ര ഗംഭീരം, പൂർണ്ണമായും കൊമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഭീഷ്മർ ആയാലും ടെർബോ ആയാലും നമുക്ക് ടെർബോ ഒന്നും ആ രീതിയിലൊന്നും വന്നിട്ടുമില്ല. ഇനിയും നിതീഷ് കണ്ണൂർ സ്കോഡൊക്കെ എത്തിയിട്ടുണ്ട്, എന്നാൽ പോലും 100% ഒരു കൊമേഴ്ഷ്യൽ പടമല്ല. ഒരു മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽ വരുന്ന പടം ഈ വർഷം വരുന്നത് നിതീഷ് സഹദേവന്റെ പടമാണ്. ഫാലിമിയുടെ ഡയറക്ടറാണ്. നല്ല ഫാലിമിയൊക്കെ അത്യാവശ്യം നല്ല റെഡിയായിട്ട് എടുത്തിട്ടുണ്ട്. നിതീഷ് സഹദേവൻ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ പറഞ്ഞേക്കുന്നത് ഒരു ലോക്കൽ മമ്മൂട്ടി ഒരു ലോക്കൽ ഗാങ്സ്റ്റർ ആയിട്ട് വരുമെന്നാണ്. ലോക്കൽ ഗാങ്സ്റ്റർ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു സർക്കസ് ബേസ് ചെയ്തൊരു സിനിമയാണ്. മമ്മൂട്ടി ഒരു ലോക്കൽ ഗുണ്ടയായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത്. ഒരു തിരുവനന്തപുരം അങ്ങേയറ്റത്തെ ഒരു സ്ലാങ് ഒക്കെ പറയുന്ന, രാജമാണിക്യ സ്ലാങ് അല്ല, ഒരു സ്ലാങ് ഒക്കെ പിടിച്ച് സംസാരിക്കുന്നതാണ്. എന്തായാലും പാട്ടും ഹ്യൂമറും ആക്ഷനും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. പ്രതീക്ഷിക്കാവുന്ന 2026 ഒരുപാട് പ്രതീക്ഷയോട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത്. മമ്മൂട്ടിയുടെ ഒരു എക്കാലത്തെയും മികച്ചൊരു വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ പടം.